ഗായ്സ്, ആത്മഹത്യ കൂടി വരികയാണ്. അതിൽ തന്നെ വിവാഹിതരായിട്ടുള്ള പുരുഷന്മാരുടെ ആത്മഹത്യ വളരെ കൂടി വരികയാണ്. നമ്മുടെ കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാത പ്രകാരം സ്ത്രീകൾ കൂടുതലാണ്. എന്നാൽ ആത്മഹത്യയുടെ കാര്യത്തിൽ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം 20:80, അതായത് 20% സ്ത്രീകളാണെങ്കിൽ 80% പുരുഷന്മാരാണ്. ഇതിൽ തന്നെ 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാരുടെ ആത്മഹത്യാ ശതമാനം വളരെ കൂടുതലാണ്. എൻ്റെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവരുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇവരുടെ സാമ്പത്തിക മാനസിക പ്രശ്നങ്ങളൊക്കെ ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യുന്നില്ല. അതുപോലെ നല്ലൊരു നിർദ്ദേശം ഉപദേശം ഇതൊന്നും ആരുടെടുത്തും സ്വീകരിക്കുന്നില്ല. ഈ രണ്ട് പ്രധാന പ്രശ്നങ്ങളാണ് ഇവരെ അവസാനം ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. ഈ മാനസികാരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ആരോഗ്യത്തെക്കാൾ ഒരുപാട് പ്രധാനപ്പെട്ടതാണ്. കാരണം നല്ലൊരു മാനസിക ആരോഗ്യം തന്നെയാണ് ഒരു പരിധി വരെ നമ്മുടെ ഫിസിക്കൽ കണ്ടീഷനെയും നന്നായി കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാനസിക ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് അല്ലെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നമുക്ക് തോന്നിയാൽ ഒരു വിദഗ്ധനെ കണ്ട് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പിന്നെ നമ്മുടെ സ്റ്റേറ്റിൽ ഈ ആത്മഹത്യാ കേസുകളിൽ കൂടുതലായിട്ട് റീസണായിട്ട് വരുന്നത്, കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ കുടുംബ പ്രശ്നത്തിൻ്റെ പേരിലാണ്. ഇതിൽ തന്നെ ഇവരെ അലട്ടുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കുടുംബഭാരവും അതുപോലെ സാമ്പത്തിക ഭാരമാണ്. എനിക്ക് തോന്നുന്നു സാമ്പത്തികം എന്നത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഏകദേശം ഒരു 80% പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു വലിയ എലമെൻ്റാണ്. ഇനി നമ്മുടെ കേരളത്തിൽ ജില്ലാടിസ്ഥാനത്തിൽ ആത്മഹത്യ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരംകാരാണ്, ഏറ്റവും കുറവ് വയനാട്ടുകാരാണ്. പിന്നെ ആത്മഹത്യ എന്ന് പറയുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം നടക്കുന്ന ഒരു പ്രതിഭാസമല്ല. എല്ലാ രാജ്യങ്ങളിലും ആത്മഹത്യ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ തന്നെ ഒരു രസകരമായിട്ടുള്ള കാര്യം, പാശ്ചാത്യ രാജ്യങ്ങളിൽ അവിവാഹിതരായ ആൾക്കാരുടെ ആത്മഹത്യ പ്രവണതയാണ് ഏറ്റവും കൂടുതൽ. അതായത് കല്യാണം കഴിക്കാത്ത കുട്ടികളും കുടുംബമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് കൂടുതലായിട്ട് ആത്മഹത്യ ചെയ്യുന്നത്. പക്ഷേ അവരെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലല്ല, കേരളത്തിൽ നേരെ ഓപ്പോസിറ്റാണ്. വിവാഹം കഴിഞ്ഞവരാണ് ഏറ്റവും കൂടുതൽ ഈ ടെൻഡൻസി കാണിക്കുന്നതും ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നതും.